കഴിഞ്ഞ സൺഡേ ഞങ്ങളുടെ പള്ളിയിൽ സെബാസ്റ്റ്യാനോ സുനാളിൻ്റെ പെരുന്നാളായിരുന്നേ. അന്നത്തെ പ്രദക്ഷിണം ഞങ്ങളുടെ വഴി കൂടെ പോകും, ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ പോകും. അപ്പോൾ ഇത് ബൈപ്പാസാണ് മുകളിൽ കൂടെ പോകുന്നത്. അതിൻ്റെ താഴെയായിട്ടാണ് ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ വക രൂപം അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുർബാന കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് പ്രദക്ഷിണത്തിലോട്ട് കയറുന്നത്. പ്രദക്ഷിണം വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. കരചുറ്റി പ്രദക്ഷിണം എന്നൊക്കെ പറയില്ലേ, അതേപോലെ കേട്ടോ ഈ പ്രദക്ഷിണം. നല്ല ലെങ്ത് ഉണ്ട് ഈ പ്രദക്ഷിണത്തിന്, കുറേ സമയവും എടുക്കും. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ചെണ്ടകൊട്ടുകാരിങ്ങനെ കൊട്ടും. കുറേ നേരം കൊട്ടിയിട്ടാണ് അവിടെ നിന്ന് പിന്നെ പ്രദക്ഷിണം പോണത്. ഇതേ ഒരു ആൻറ്റിയാണ് അത് പോണത്. അപ്പോൾ വന്നിലേനും ജോയിച്ച് കേൾക്കുന്നതാണ്. ഇസു എല്ലാവർക്കും ഹായ് തന്നെയുണ്ട്. ഇത് ജോയ്സൻ, ഇത് ഇവോച്ചി, ഇതാണ് ഇസു, പിന്നെ ഞാനും. ഞങ്ങൾ പ്രദക്ഷിണത്തിന് കയറാൻ പോകണതാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ കയറുന്നത്. രൂപം വരുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഞങ്ങൾ പ്രദക്ഷിണത്തിന് കയറുന്നത്. ഇത് ഞങ്ങളുടെ അവിടെ എത്തിയപ്പോൾ, രൂപം എത്തിയപ്പോൾ ഉള്ള പടക്കമാണ് കേട്ടോ ഈ കേൾക്കുന്നത്. ഇസു കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അലമ്പാൻ തുടങ്ങും. ജോയ്സിൻ്റെ കയ്യിൽ ഇസ പോവില്ല, അമ്മയുടെ കയ്യിൽ നിന്ന് മാറിയുമില്ല. അമ്മ പുള്ളിയാണ്. അപ്പോൾ ഇത്തിരി നേരം പ്രദക്ഷിണമൊക്കെ ഒന്ന് നിൽക്കുമല്ലോ, അപ്പോൾ എന്നെ പിടിച്ച് വലിക്കണേണ്. പോകാമെന്നും പറഞ്ഞ് എന്നെ വലിക്കണേന്. പിന്നെ പിള്ളേർക്കൊന്നും മടുക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫുഡ് എന്തെങ്കിലും ഇങ്ങനെ ഓരോ സെക്ഷൻ ആൾക്കാരെത്തുമ്പോൾ അവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും നേർച്ച പോലെ ഉണ്ണിയപ്പോ ബണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയും ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോൾ ചെണ്ട കൊട്ടാനായിട്ട് പ്രദക്ഷിണം ഒന്ന് നിർത്തും. ആ രൂപത്തിൻ്റെ അവിടെ എത്തുമ്പോൾ പ്രദക്ഷിണം ഒന്ന് നിർത്തി ആ ചെണ്ട കൊട്ട് കഴിഞ്ഞിട്ട് പിന്നെ പോകുള്ളേ. അപ്പോൾ പിന്നെ രൂപം എത്തുമ്പോഴാണെങ്കിലും അവിടെ പടക്കം പൊട്ടാനായിട്ട് ഇത്തിരി നേരം വെയിറ്റ് ചെയ്യും. അങ്ങനെ പടക്കമൊക്കെ പൊട്ടി സാവധാനം പോരുള്ളേ. ഈ ഒരു ഏരിയയിൽ വരുമ്പോഴില്ലേ, കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഈ ഒരു ഏരിയ വരുവേ. ഇവിടെ എപ്പോഴും അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഇവർ ഡെക്കറേറ്റ് ചെയ്തേക്കണത്. വീഡിയോസ് എടുക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. കുറേ സ്റ്റാച്ചു വെച്ചേക്കണതൊക്കെ പലതരത്തിലാണ് ഓരോരുത്തർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇശുവും ഇവും ഭയങ്കര അലമ്പായിപ്പോയി. ഇവുന് നടക്കാൻ പറ്റൂല. 3-3.5 മണിക്കൂറോളം ഉണ്ട് ഈ പ്രദക്ഷിണം. 6:15-6:30 കുർബാന കഴിഞ്ഞതാണ്. 9:30 വരെ ഉണ്ടായി ഈ പ്രദക്ഷിണം. അപ്പോൾ ഇവുന് നടക്കാൻ പറ്റൂല, ഇശുവിന് അമ്മ എടുക്കണം. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായി. പിന്നെ മിഠായും വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടിയ കാരണം അതൊക്കെ തട്ടി ആൾക്കാർ വേഗം വീട്ടിലെത്തിയായിരുന്നേ. പുണ്യാളുടെ രൂപം ഞങ്ങൾ യൂട്ടേൺ എടുത്ത് പ്രദക്ഷിണം തിരിഞ്ഞു വരുമ്പോൾ പുണ്യാളുടെ രൂപം പോയതാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പുറത്തെ വഴിയിൽ, അതായത് പള്ളിയുടെ ആ വഴിയിൽ ഡെക്കറേറ്റ് ചെയ്തതാണ്. ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയിലെ നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ.